അപ്പോൾ ഇതുവരെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കാത്ത ആളുകൾ പോലും ഈ 10 വർഷക്കാലത്തെ ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണം സംബന്ധിച്ച് അവർക്ക് വ്യത്യസ്ത അഭിപ്രായം ഇല്ല. പരസ്യമായി പറയാൻ കഴിയാത്ത ആളുകൾ രഹസ്യമായെങ്കിലും നിങ്ങളുടെ ഭരണം മെച്ചപ്പെട്ട ഭരണമാണ്, പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നവരാണ്, വാഗ്ദാനം നൽകി ലംഘിക്കുന്നവരല്ല എന്നൊരു ബോധം പ്രതിപക്ഷം നിൽക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെയുണ്ട്. ആ ബോധം നാട്ടിലെമ്പാടുമുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും ആശങ്കയില്ല. കേരളത്തിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞെട്ടിപ്പിക്കുന്ന ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാവും. തുടർ ഭരണമാണ് ഈ നാടാകെ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ട് എന്നിട്ടും ആ ഗവൺമെൻറ് അനുകൂലമായൊരു തരംഗം ഉണ്ടായ അനുഭവം ഇല്ലല്ലോ. ഇതൊരു പുതിയ അനുഭവമാണ്. 10 വർഷം ഭരിച്ചിട്ടും ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ആളുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വാഗ്ദാനം എന്ന് പറയുന്നത് ഞങ്ങൾ 900 കാര്യമായിരുന്നു ഇവിടെ പറഞ്ഞത് 2021. ആ 900 കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്തിട്ടാണ് വോട്ട് വയ്ക്കുന്നത്. അല്ലാണ്ട് 900 കാര്യം പറഞ്ഞിട്ട് 800 പിന്നെ നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലോ. അപ്പോൾ എല്ലാം വ്യക്തമാണ്. ഈ കാലത്ത് വെച്ചാൽ ഡാറ്റയാണ് പ്രധാനം. അപ്പോൾ ആളുകൾക്ക് മുമ്പിൽ കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം നുണകൾ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം മൂടിവെക്കാൻ നോക്കുന്നത്. അപ്പോൾ ഒരു നുണ പറയുമ്പം പിറ്റേന്നത് ന്യായീകരിക്കാൻ 10 നുണ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തഭൂമിയിൽ 330 വീടാണ് കോൺഗ്രസ് വാഗ്ദാനം നൽകിയത്. ഒരു വീട് പോലും കൊടുത്തിട്ടില്ല. ഇപ്പം നിങ്ങളോട് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താണ്, എൻ്റെയും സണ്ണി ജോസഫിൻ്റെയും പേരിൽ സംയുക്ത അക്കൗണ്ട് ഉണ്ട് എന്നാണ്. ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അഫിഡവിറ്റിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ടിനെ കുറിച്ചും പറയുന്നില്ല. അപ്പോൾ പണം എവിടെ, വീടെവിടെ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ വീട് പണി തുടങ്ങിയിട്ടുണ്ടെന്ന് കള്ളം പറയുന്നു. നിങ്ങൾ ചാനൽ അവിടെ പോയിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കല്ല് മാത്രമേ കാണുന്നുള്ളൂ. ആ കല്ലുമ്മൽ വേറൊരു കല്ല് എടുത്ത് വെച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ട്. അപ്പോൾ വാക്ക് പാലിക്കുന്നവരെയും വാക്ക് നൽകി ലംഘിക്കുന്നവരെയും ആളെ പറ്റിക്കുന്നവരെയും എല്ലാം ജനം തിരിച്ചറിയും.